അപ്പോൾ ഈ 50 വർഷം കൊണ്ട് വാപ്ക ആ ക്യാമറ ഒന്ന് ടിൽറ്റ് ഡൗൺ ചെയ്തേ, പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടെന്ന് നോക്കട്ടെ. എന്റെ പോക്കറ്റിൽ ആ എത്ര സമ്പാദിച്ചു പറയാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇങ്ങനെ സമ്പാദിക്കാതെ ഞാൻ എന്റെ സമ്പാദ്യം 2004 ഞാന് ആദ്യമായിട്ട് മത്സരിക്കുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ. അത് ഇന്ത്യയിലുള്ള നിക്ഷേപം മാത്രമല്ലേ വാപ്ക, നിങ്ങൾ എന്തിനാ നമ്മളെ പറ്റിക്കാൻ നോക്കുന്നത്? അന്ന് ഇന്ത്യയിലെ നിക്ഷേപം മാത്രമൊന്നല്ല, എന്റെ കംപ്ലീറ്റ് അന്ന് ഞാൻ NRI അല്ലേ അതുവരെ. എനിക്ക് എല്ലാം കാണിക്കാം, എന്നെ കാണിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2004 ഞാൻ ആദ്യം MP ആയപ്പം കാണിച്ചതും 2021 ഞാൻ MP ആയപ്പോൾ കാണിച്ചതും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും വഹാബ് പൈസ ഉണ്ടാക്കിയോ പൈസ പോയോ എങ്ങനെയാണ് ഇപ്പോഴത്തെ ചുറ്റുപാടെന്നുള്ളത്. ഇപ്പം അഷ്ടിയാല്ലേ, അഷ്ടി ഇപ്പൊ സിംഗാനിയെ പോലെ ആകുമെന്ന് പേടിയാണ്. ഞാൻ മൂപ്പര് ഡൽഹിയിൽ MP ആയിരിക്കുമ്പോഴേ ഡൽഹിയിലെ വീട്ടിൽ പോയിട്ട് നല്ല നെയ്മീനൊക്കെ പൊരിച്ചത് കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ അധികം നമുക്ക് കിട്ടുന്നില്ല. ഞാൻ കഴിച്ചില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അവിടെ അന്ന് പരിചയപ്പെട്ട ഒരാളുണ്ട്, കളരിയൊക്കെ പഠിച്ചിട്ടില്ല. രാജ്യസഭയിൽ വാപ്കയുള്ള സമയത്ത് ഉണ്ണി അവിടെ ഉണ്ട്. പിന്നെ ആണോ? പിന്നെ ഞാൻ 2010 വരെ ഇല്ലേ, 98 മുതൽ 2010 വരെ ഉണ്ട്. അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളുണ്ട്, കളരിയൊക്കെ ചെയ്യുന്ന ഒരാള്. മേനോനാണ് അന്നെ കൂട്ടുകൂട്ട് പോകുന്നതൊക്കെ. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഉച്ചഭക്ഷണമൊക്കെ കഴിക്കും. ഇപ്പോഴുണ്ട്, കൂടെ ഉണ്ടല്ലേ? അപ്പൊ അദ്ദേഹമൊക്കെ ആയിട്ടിരുന്ന് ഞങ്ങള് നല്ല നെമ്മീൻ പൊരിച്ചൊക്കെ. പിൽക്കാലത്ത് ഞങ്ങള് അഹമ്മദ് സാഹിബ് നല്ല ഹോസ്റ്റ് ആണല്ലോ. അഹമ്മദ് സാഹിബിന്റെ അവിടെ നിന്ന് നല്ല മട്ടണൊക്കെ കഴിക്കുക, വഹാബ് സാഹിബിന്റെ അവിടെ നിന്ന് നല്ല ഫിഷൊക്കെ കഴിക്കുക. വലിയ സൗകര്യത്തിലായിരുന്നു ആ ജീവിതം. പക്ഷേ വഹാബ് അതൊരു ഭയങ്കരമായ സൗഹൃദം. ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ ഈ രാഷ്ട്രീയ നേതാക്കളും മാധ്യമ പ്രവർത്തകരുമായിട്ടൊരു നല്ല സൗഹൃദമുണ്ട് അല്ലേ? കേരളത്തെ പോലെയൊന്നും അല്ല. ഇപ്പൊ പണ്ടത്തെ മാതിരി അത്ര ഇല്ല. പണ്ടത്തെ മാതിരി അത്ര ഇല്ല. ഞാൻ ഇപ്രാവശ്യം ഡൽഹിയിലൊക്കെ വന്നപ്പോൾ ഞാനും അത് അറിഞ്ഞിരുന്നു. മറ്റൊന്ന് നല്ല കേരള ഹൗസിലെ കൂടിച്ചേരലുകൾ, ഓരോ MP മാരുടെയും ക്വാർട്ടേഴ്സിലെ കൂടിച്ചേരലുകൾ അല്ലേ, അങ്ങനെ നല്ല രസകരമായ സൗഹൃദങ്ങളുണ്ട്. പ്രത്യേകിച്ച് സഭാ സമ്മേളനം നടക്കുന്ന സമയത്തൊക്കെ മിക്കവാറും ഞങ്ങൾ നല്ലൊരു ഗെറ്റ് ടുഗദറുകളാണ് അവിടെ.